ഉത്തമനായ ഒരു ഭരണാധികാരി, ഭൂമിക്ക് ഭാരമുണ്ടാക്കുന്ന ഭരണാധികാരികളെയല്ല, അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ അതുമല്ലെങ്കിൽ ഒട്ടും രാജ്യത്തെ ചിന്തിക്കാത്ത ഭരണാധികാരികളെയല്ല, മറിച്ച് തന്റെ ജീവനേക്കാൾ, തന്റെ മക്കളെക്കാൾ, തന്റെ കുടുംബത്തെക്കാൾ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, തന്റെ ഭരണവിഭാഗത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഭരണാധികാരി. അത് 21 വട്ടം ഭരണമാറ്റം നടത്തി, ചില്ലറയൊന്നുമല്ല. ജനാധിപത്യത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. ആരാണ് രാജാവിനെ മാറ്റേണ്ടത്? രാജാവിനെ മാറ്റേണ്ട പ്രജയുടെ കടമയാണ് ആര് നിർവഹിച്ചത്? പരശുരാമൻ നിർവഹിച്ചത്. ദുഷ്ടമൂർത്തികളെയും അല്ലെങ്കിൽ അഴിമതിക്കാരെയും സ്വജനപക്ഷത്തെ ആ സ്ഥാനത്തിന് യോഗ്യരല്ലാത്തവരെ ചുറ്റി നടന്ന് 21 വട്ടം. അപ്പൊ പരശുരാമനാണ് ശ്രീരാമൻ ഒരുക്കിയത് എന്ന് പറയാം. ശ്രീരാമനെ നമ്മൾ മര്യാദ പുരുഷോത്തമനായി, ധർമ്മ വിഗ്രഹമായി ഒക്കെ കാണുന്നു, ആദർശവാനായി കാണുന്നു. ആ ആദർശവാന്റെ സൃഷ്ടി നടത്തിയത് പരശുരാമനാണ്. അങ്ങനെ ഒരു ആദർശവാനെ ഉയർത്തിക്കൊണ്ടുവന്നത് പരശുരാമനാണ്. എന്തുകൊണ്ട്? അതുവരെ അതല്ലാത്തവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തു. അതല്ലാത്തവരെ മുഴുവൻ അത്തരക്കാരല്ല, അവരല്ല ഭരിക്കേണ്ടത്, അവരല്ല ഇരിക്കേണ്ടത്. അങ്ങനെ 21 വട്ടം നടത്തിയ ശുദ്ധീകരണത്തിന്റെ ബാക്കിയാണ് മര്യാദ പുരുഷോത്തമനും ധർമ്മ വിഗ്രഹവുമായ അയോധ്യയുടെ. മാത്രമല്ല, അതങ്ങനെ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആ അയോധ്യയുടെ സന്ദേശം ഏറ്റുവാങ്ങാൻ കഴിയുന്ന കൃത്യമായ നല്ലൊരു ഭരണം, നമ്മുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു ഭരണാധികാരിയെ സൃഷ്ടിച്ചതാരാണ്? പരശുരാമനാണ്. അപ്പോ ഇന്ന് ആധുനിക കാലത്ത് ജനാധിപത്യമാണ് പുലരുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആരാകണം? നമ്മൾ കണ്ടു തൊഴുതു പോകുന്നുണ്ടല്ലോ. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആരാകണം? ലോകത്തെ എവിടെയും ജനങ്ങൾ ആരാകണം? ജനങ്ങൾ പരശുരാമനാകണം. ലോകത്തെ എല്ലായിടത്തും ഇപ്പൊ കേരളത്തിന്റെ കാര്യം മാത്രമല്ല, ഭാരതത്തിന്റെ കാര്യമല്ല, ഏഷ്യയുടെ കാര്യമല്ല പറയുന്നത്. ലോകത്തെല്ലായിടത്തും ജനാധിപത്യം ഭംഗിയായി പുലരണമെങ്കിൽ ഓരോ വ്യക്തിയും താൻ പരശുരാമനാണ് എന്ന ധാരണയുണ്ടാകണം. ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന അരുതാത്ത ഭരണാധികാരികളെ നിഷ്കാസനം ചെയ്ത് ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി ഭരിക്കുന്ന പ്രജകളെ മക്കളെ പോലെ കരുതുന്ന, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? തന്റെ പേരിന് വേണ്ടി എന്ത് ചെയ്യണം എന്നല്ല, നാളെ എന്റെ പേര് ചരിത്രത്തിൽ ഭംഗിയായി ചാർത്തപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, മറിച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി രാത്രി ചീത്തപ്പേര് കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, നാട് 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 നാടെന്ന് മാത്രം ചിന്തിക്കുന്ന ഭരണാധികാരിയെ ഉണ്ടാക്കുന്ന പരശുരാമന്മാരായിട്ട് ഓരോ ജനങ്ങളും മാറിയാൽ അവിടെയാണ് നമ്മളൊക്കെ കാണുന്ന ആദർശ സുന്ദര സുരഭിലമായ ഒരു ലോകം എന്നൊക്കെ പറയില്ലേ. കവികൾക്ക് പറയാൻ കുറേ കൂടി നിങ്ങളൊക്കെ പറഞ്ഞു കിട്ടാൻ പറ്റും. അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടാവുക. പരശുരാമന്റെ ഓരോ കഥയും നോക്കിയാൽ ഈ അവതാര മഹിമ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാകും.